കൊച്ചു കവിതയുമായിട്ടാണ്. എൻ്റെ കവിതയുടെ പേര് ഞാനെന്ന ഭാവം. എല്ലാം എനിക്ക്, എല്ലാം എൻ്റേതാകണം. മനുഷ്യന്റെ ഞാൻ എന്ന ഭാവത്തിലേക്ക് ഒന്നെത്തി നോക്കുകയാണ് ഞാൻ ഈ കവിതയിലൂടെ. ഞാനെന്ന ഭാവമാറ്റേതോ വികാരം ആത്മാവിൽ തെളിയും നാശത്തിൻ തീനാളം. ഞാനെന്ന ഭാവമാറ്റേതോ വികാരം ആത്മാവിൽ തെളിയും നാശത്തിൻ തീനാളം. ചെറിയ നീ വലിയ കാടിരിക്കുന്ന പോലെ അഹംഭാവം നിന്നെ പാടെ തകർത്തിടും. സ്വർഗോന്നതങ്ങളിൽ വിരാജിച്ചിരുന്നൊരാ ദൂതനു തോന്നി ഞാനെന്ന ഭാവം. ഞാൻ കയറും ഉത്തരദിക്കിൽ നിന്നരുളും ഉന്നതനോട് സമനാകുമെന്നവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം ഒഴിഞ്ഞപ്പോൾ അന്ധകാരത്തിന്റെ അഗാധകൂപത്തിന്റെ അധിപനായവനെ അതപ്പതിപ്പിച്ചു ഞാനെന്ന ഭാവം. സഹജരെ നാം അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം അങ്കുരിച്ച ഒരു നാൾ വരും, അന്നു മരണം വരും, നിന്നെ തേടി വരും, നിന്റെ അരികിൽ വരും, അത് നിന്നിൽ വരും. അന്നു നീ വിടും, നിന്റെ സർവം വിടും. മാതാപിതാക്കളും മക്കളും ബന്ധുക്കളും മിത്രങ്ങളും കൂട്ടിവെച്ച സമ്പത്തും നീ വിടും. അല്ല, നിന്നെ വിടും, നീ തനിയേ യാത്രയായിടും. മരണവാതിൽ കടന്നു നീ യാത്ര തുടരുമ്പോൾ പിന്നെ പല വഴികളില്ല, ഇരുവഴികളിൽ ഒരു വഴി മാത്രം. ഇരുവഴികളിൽ ഒരു വഴി മാത്രം. ഒരു വഴി നിത്യമരണത്തെ പുൽകിടുമ്പോൾ മറുവഴി നിത്യജീവനെ പുൽകിടും. നിത്യമരണമോ അതേ മനുഷ്യൻ മുഴുവൻ ദിനവും മരിക്കാതെ മരിച്ചിടും. നിത്യജീവന്റെ മാർഗത്തിൽ നിനക്കൊരു നിത്യഭവനമുണ്ട്. അത് അരിയിൽ ജീവനദിയുണ്ട്, കരയിൽ ജീവമനമുണ്ട്. സർവോപരി അവിടെ ജീവന്റെ നാഥനുണ്ട്. നിത്യജീവന്റെ മാർഗത്തിലാകുവാൻ, നിത്യഭവനം സ്വായത്തമാക്കുവാൻ നിന്നിലെ ഞാനെന്ന ഭാവം മരിക്കണം. കാൽവറി ക്രൂശിൽ നീ വീണ്ടും ജനിക്കണം. കാൽവറി ക്രൂശിൽ നീ വീണ്ടും ജനിച്ചു. നീ ക്രൂശിലെ ഭാവം നിൻ ഭാവമാക്കണം. ക്രൂശിന്റെ മറവിൽ നിത്യം വസിക്കണം. നിന്നിലെ ഭാവം വെടിഞ്ഞിടാം, ക്രൂശിന്റെ മാർഗം വസിച്ചിടാം. Thank you.